പേര് എലിസബത്ത് നിഖിൽ. ഞാൻ മാണിക്യമംഗലം എടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യം തന്നെ എൻ്റെ അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ഒക്ടോബർ മാസമാണ്. അന്ന് ഞാൻ എടുത്തത് സാധാരണയായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ എനിക്കും OET പാസ്സാവാൻ വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ മാതാവിനെ കുറിച്ച് അറിഞ്ഞത് എൻ്റെ ചേച്ചി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ചേച്ചി പാസ്സായി, ജർമ്മനിക്ക് പോയി. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ പുറത്തേക്ക് പോയി പ്രാർത്ഥിച്ച്, എൻ്റെ കസിൻസ് പോയി. എല്ലാവരും ഇങ്ങനെ മാതാവിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. പക്ഷേ എല്ലാവരും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ വന്നത്. എൻ്റെ മാരേജ് ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായുള്ളൂ. ആ സമയത്ത് 2022 എൻ്റെ ഹസ്ബൻഡിനെ കൂട്ടി ജസ്റ്റ് പേരിന് എന്ന രീതിയിലാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത്. ഉടമ്പടി എടുത്തു. എല്ലാവരെ പോലെ തന്നെ ഞാനും വന്ന് എടുത്തു. എക്സാം എഴുതാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, ഹോൾ ടിക്കറ്റൊക്കെ കൊടുത്ത് ഞാൻ പാസ്സാവുമെന്ന് വിചാരിച്ചു ഉടമ്പടി എടുത്തത് കൊണ്ടെന്ന്. പക്ഷേ ആദ്യത്തെ ഇതിൽ എനിക്കൊന്നും കിട്ടിയില്ലായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി ഉടമ്പടി എടുത്തിട്ട് മാത്രം കാര്യമില്ല. എൻ്റെ ചേച്ചിയും പറഞ്ഞു, എടി നീ ധ്യാനം കൂടാറുണ്ട്, ഇതെല്ലാം ചെയ്യണം. ഞാൻ ധ്യാനമൊക്കെ കൂടാറുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഉറങ്ങി പോകുമായിരുന്നു ധ്യാനം കൂടുന്ന സമയത്ത്. എന്നിട്ട് ചേച്ചി എന്നോട് പറഞ്ഞു, നീ ധ്യാനം കൂടുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കണം, എല്ലാം അച്ഛൻ പറയുന്നതൊക്കെ നമുക്ക് വേണ്ടിയാണ് പറയുന്നത്, ഓരോ കാര്യത്തിൽ എന്തെങ്കിലും പുതിയ അറിവുകൾ നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ബുക്ക് എടുത്ത് എഴുതി വെക്കാൻ തുടങ്ങി, ധ്യാനത്തിന് എന്താ പറയണേ എന്നുള്ളത് ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടി. അങ്ങനെ ധ്യാനം കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഡെയിലി കൊന്ത ചെല്ലാൻ തുടങ്ങി. ഞാനൊരു നേഴ്സാണ്, അപ്പം OET പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോൾ എവിടെ പോയാലും ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കും. അവസാനം ഒത്തിരി പ്രാവശ്യം OETകൾ എഴുതിയെങ്കിലും ലാസ്റ്റ് ഞാൻ ഡെയിലി കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാൻ തുടങ്ങി. പ്രായമായവരെ കണ്ട് ശുശ്രൂഷിച്ചു. അതുപോലെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പോൾ ഞാൻ മറ്റുള്ളവരോട് ദേഷ്യപ്പെടാണ്ട് സ്നേഹത്തിലാവാൻ തുടങ്ങി. മറ്റുള്ളവർ എന്തിനു ദേഷ്യപ്പെട്ടാലും ദേഷ്യം കുറച്ചു. ഇങ്ങനെ എൻ്റെ എല്ലാ ദുശീലങ്ങളും ഞാൻ മാറ്റി വെച്ചപ്പോൾ ഞാൻ പഠിച്ചായിരുന്നു. എനിക്ക് ലിസണിങ് ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ബാക്കിയെല്ലാം കിട്ടി, ലിസണിങ് മാത്രം കിട്ടാണ്ട് വരുമായിരുന്നു. ഞാൻ ന്യൂസിലൻഡിലേക്കാണ് നോക്കിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ലിസണിങ് എനിക്ക് ഭയങ്കര പാടായിരുന്നതുകൊണ്ട് ഞാൻ ലിസണിങ്ങിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു. പക്ഷേ ഇതെൻ്റെ ലാസ്റ്റത്തെ ഇതാണെന്ന് പറഞ്ഞ് ഞാൻ എഴുതിയപ്പോൾ 4 സബ്ജക്റ്റ് ഒരുമിച്ച് എഴുതി. OET, ലിസണിങ്, റൈറ്റിങ്, സ്പീക്കിങ്, റീഡിങ്. 4നും എനിക്ക് B കിട്ടി. അമ്മ മാതാവ് സഹായിച്ചു. ഞാൻ അവിടെ പരീക്ഷയ്ക്ക് പോയപ്പോൾ ഞാൻ ഉപ്പ് വിതറിയായിരുന്നു. പിന്നെ അതുമാത്രമല്ല, ഞാൻ ആ സെൻറ്ററിലേക്ക് ഇനി വരുന്നേ ഇല്ല. അപ്പം മാതാവിനോട് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഉപ്പ് കൊടുത്തിട്ട് പറഞ്ഞു, ഇവിടെ വിശ്വാസപ്രമാണം ചൊല്ലി ഇവിടെ ഉപ്പ് വിതരണമെന്ന് പറഞ്ഞു. ഹസ്ബൻഡും അവിടെ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പ് വിതറി. ആ എക്സാമിന് എനിക്ക് 4 ഇതിനും B കിട്ടി. വളരെ സന്തോഷത്തോടു കൂടി ഞാൻ എന്നിട്ട് ന്യൂസിലൻഡിലേക്കാണ് എൻ്റെ പ്രോസസ്സിങ് ഉണ്ടായിരുന്നത്. ഞാൻ ന്യൂസിലൻഡിൽ പോയി. അവിടെ ഞാൻ എക്സാമിന് ആദ്യം കയറി. ആ സമയത്ത് ഞാൻ ഉടമ്പടി അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എക്സാം എഴുതി. അതിന് ഞാൻ ഫെയിലാവുക ചെയ്തത്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ഉടമ്പടിയൊക്കെ എടുത്തതായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിൽ ജീവിക്കണം മുന്നോട്ടെന്നുള്ളത് അവിടെ വെച്ച് ഞാൻ അറിഞ്ഞു. അവിടെ വെച്ച് ഞാൻ വീണ്ടും ഓൺലൈനിൽ, എൻ്റെ ചേച്ചിയാണ് എപ്പോഴും എന്നെ പ്രചോദനം ചെയ്തുകൊണ്ടിരുന്നത് ഓൺലൈനിൽ. അപ്പം ഞാൻ വീണ്ടും ഉടമ്പടി എടുത്തു. അതെടുത്തതിന് ശേഷം ഞാൻ ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒത്തിരി അതിന് പ്രതികൂലമായ സാഹചര്യങ്ങൾ എൻ്റെ കൂടെ ഉള്ളവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ കൂടുതൽ അനുകൂലമായ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത്, ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞാൻ എക്സാമിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് എനിക്ക് കാശിരൂപം എവിടെയെങ്കിലും വെക്കണം. പക്ഷേ ന്യൂസിലാൻഡിൽ നമുക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ എൻ്റെ കാശിരൂപം എൻ്റെ തലയിൽ ബണ്ണിൻ്റെ ഉള്ളിൽ വെച്ചു. ആ എക്സാമിന് ഞാൻ പാസ്സായി. അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞു. അപ്പം ഞാൻ എക്സാം പാസ്സായി. പക്ഷേ അവിടെ ന്യൂസിലാൻഡിൽ അവിടെ ജോലിയൊന്നും ഉണ്ടായില്ല. പക്ഷേ ന്യൂസിലാൻഡിലേക്ക് പോകണമെങ്കിൽ 10 ലക്ഷത്തോളം വരുമായിരുന്നു. അതൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും എൻ്റെ ചേച്ചിയും എല്ലാവരും കൂടിയാണ് തന്നത്. ഇത് രജിസ്ട്രേഷൻ കൈ കിട്ടി, ജോലിയില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഓസ്ട്രേലിയക്ക് കിട്ടു. അതിനും വീണ്ടും കാശ് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഉടമ്പടിയിലുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു അയർലൻഡ് പ്രോസസ്സിങ്ങിൻ്റെ ഇത് മാതാവ് എനിക്ക് തെളിയിച്ച് തരുമായിരുന്നു. ആ സമയത്ത് ഇവിടെ അച്ഛനും ഒരു ധ്യാനത്തിൽ പറയണ്ടായിരുന്നു, നിങ്ങൾക്ക് സമയമാവും എല്ലാം ലഭിക്കും, ഇച്ചിരി കാലതാമസം ഉണ്ടെങ്കിലും നവംബർ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും നടക്കുമെന്ന് ഒരു ധ്യാനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു. ഒരാൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്, നവംബർ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം ശരിയാവുമെന്ന്. ഞാനത് ഭയങ്കരമായിട്ട് എൻ്റെ ഉള്ളിലേക്ക് ഞാനത് എടുത്തായിരുന്നു. ഞാൻ ആ സമയത്ത് എനിക്ക് കിട്ടിയ ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഞാൻ അയർലൻഡിലേക്കുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ന്യൂസിലൻഡിൽ നിന്ന് തിരിച്ചു പോന്നു. ഞാൻ അയർലൻഡിൻ്റെ എക്സാം എഴുതാൻ വേണ്ടി വന്നു. അപ്പോൾ എനിക്കറിയില്ല ഇത് എന്ന് ശരിയാവുന്നു. ഞാൻ ജൂണിലാണ്
തിരിച്ചു വന്നത്. ജനുവരിയിൽ ഞാൻ ന്യൂസിലൻഡിൽ പോയി, ജൂണിൽ തിരിച്ചു വന്നു, 2025 കഴിഞ്ഞ വർഷം. എന്നിട്ട് ഞാൻ വീണ്ടും ജൂലൈയിൽ വീണ്ടും ഒന്നേന്ന് തുടങ്ങുകയാണ്. അപ്പം മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്. എല്ലാവരും ചോദിക്കുക ഒന്നും ആയില്ലല്ലേ. ആ ഒരു വിഷമം വളരെ വിഷമമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പം എക്സാമിന് വേണ്ടി പ്രോസസ്സിങ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ വിസയ്ക്ക് ഇടുന്ന അന്ന് മാതാവിൻ്റെ അടുത്ത് നീ പോകണമെന്ന് എൻ്റെ മമ്മി പറഞ്ഞായിരുന്നു. ഞാൻ വിസയ്ക്ക് സെപ്റ്റംബർ 3 വിസയ്ക്ക് ഇട്ടു. എന്നിട്ട് ഞാൻ ഇവിടെ സെപ്റ്റംബർ 9 വീണ്ടും വന്ന് ഞാൻ ഉടമ്പടി പുതുക്കുകയാണ് ചെയ്തത്. അന്ന് ഞാനിവിടെ പുതുക്കണ സമയത്ത് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പുതുക്കിയപ്പോൾ മാതാവിന് എൻ്റെ കൈ കിട്ടിയില്ല, എനിക്ക് കിട്ടിയത് കുടയായിരുന്നു. അപ്പം ഞാൻ കുട പിടിച്ചു, മാതാവിനൊരു കുടയായിട്ട് ഞാൻ പിടിച്ചുകൊണ്ടാണ് പോണേ. പക്ഷേ ഈ പ്രാവശ്യം പുതുക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് മാതാവിനെ. ഞാൻ മാതാവിനോട് പറയാം, എനിക്ക് എൻ്റെ കൈ തന്നെ വരണോട്ടോ എന്ന് ഞാൻ അവിടെ ആ രൂപത്തുമ്പോൾ നോക്കിയിട്ട് പറയാം, എൻ്റെ കൈ തന്നെ വരണോട്ടോ എന്ന്. അപ്പോൾ അവർ വിളിച്ചു പറയാം, എക്സാം എഴുതാനുള്ളവർ, കുട്ടികളില്ലാത്തവർ എല്ലാവരും കൈ വെക്കാൻ പറഞ്ഞു. ഞാൻ കൈ പൊക്കി. അവർ പറഞ്ഞു അതിൽ നിന്ന് ഒരെണ്ണം എടുക്കാൻ പറഞ്ഞു. എടുത്തു. മാതാവ് തന്നെയാണ് കണ്ടത്. വളരെ സന്തോഷത്തോടെ ഞാൻ മാതാവിനെ കയ്യിലേന്തി. വളരെ സന്തോഷവും കരച്ചിൽ എന്താ വരുന്നതെന്ന് അറിയില്ലായിരുന്നു. മാതാവിനെയും കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് എനിക്ക് നല്ല ആ സമയത്ത് എനിക്ക് ഒരു പ്രത്യേക ധൈര്യം ഉണ്ടായിരുന്നു. എനിക്ക് ഈ പ്രാവശ്യം എന്തായാലും മാതാവ് വഴിതെളിച്ച് തരും എന്ത് വേണമെങ്കിലും എന്നുള്ളത്. ഞാൻ 3 ഇട്ട വിസയുടെ പ്രോസസ്സിങ് കഴിഞ്ഞ് സെപ്റ്റംബർ 25 എനിക്ക് വിസ കിട്ടി. അയർലൻഡ് വിസ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, 2 മാസത്തിൽ കൂടുതൽ പിടിക്കും. പക്ഷേ എനിക്ക് 25 കിട്ടി. ഞാൻ 27 ഇവിടുന്ന് പോയി, 28 ഇവിടുന്ന് പോയി, 29 അവിടെ എത്തി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുരുക്കുകളായിരിക്കണം മാതാവിൻ്റെ ജപവും കൂടി ചെല്ലുന്നുണ്ടായിരുന്നു. ആ മാതാവിൻ്റെ തിരുനാളിൻ്റെ സമയത്താണ് ഞാൻ പോയത്. മാതാവിനെ എന്നും ഞാൻ മുറുകെ പിടിച്ചിട്ടാണ് ഞാൻ പോയത്. വളരെ ധൈര്യം ഉണ്ടായിരുന്നു. അവിടെ ചെന്നു, എക്സാം എഴുതി. 14 സ്റ്റേഷനുള്ള ഓസ്കി എക്സാം വീണ്ടും എഴുതാണ് അയർലൻഡിൽ. 14 സ്റ്റേഷനും ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. എൻ്റെ കൂടെ ഉള്ളവർ കുറേ പേര് ഫെയിലായവരുണ്ട്, 9 സ്റ്റേഷൻ 8 സ്റ്റേഷനൊക്കെ. പക്ഷെ ഞാൻ പാസ്സായി. അവിടെ എനിക്ക് ജോലി കിട്ടി, രജിസ്ട്രേഷൻ കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് മമ്മീനോട് ചോദിച്ചു, എടി നിൻ്റെ കയ്യിൽ ഉപ്പും എല്ലാം ഇല്ലേ, നീ കൊണ്ടുപോയ ഇംഗ്ലീഷ് പത്രം എല്ലാവർക്കും കൊടുക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു ഉവ്വ, എന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ കൊണ്ടുപോകാൻ മറന്നുപോയായിരുന്നു, തൈലം മാത്രമേ എൻ്റെ കയ്യിലുണ്ടായുള്ളൂ. അപ്പം ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞു, മമ്മി ഉപ്പ് എൻ്റെ കയ്യിലില്ല, അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്ത് കൊണ്ടുപോകേണ്ടി വരുമെന്ന്. അന്ന് വളരെ വിഷമത്തോടെയാണ് മമ്മി എന്നോട് പറഞ്ഞത്, മോനെ നീ ഉപ്പ് എടുക്കേണ്ടതായിരുന്നു എന്നുള്ളത്. അന്ന് ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഞാൻ അവിടെ ഏത് പള്ളിയിലാണോ പോവാറ് ആ പള്ളിയിൽ നിറച്ചു ആൾക്കാർ. നടുക്ക് ഒരു സിസ്റ്ററിൻ്റെ പോലെ ഒരു വെള്ള വസ്ത്രമിട്ട് നല്ല പൊക്കമുണ്ട് ഒരു വ്യക്തി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു സിസ്റ്ററാണ്, എല്ലാവരും വന്ന് നോക്കുന്നു. അപ്പോൾ ഞാനും ഓടിച്ചെന്ന് നോക്കി ആ സിസ്റ്ററിനെ കാണാൻ നല്ല തൂവെള്ള കളറാണ്, കാണാൻ നല്ല ഭംഗി, അടുത്തേക്ക് വരുമ്പോൾ നല്ല സുഗന്ധം. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഏതെങ്കിലും പ്രശസ്ത സിസ്റ്റർ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അപ്പം കൈയൊക്കെ ഇങ്ങനെ നിവർത്തി, അപ്പം കയ്യിൽ ഭയങ്കര തരിതരിപ്പ്. അപ്പം ഞാൻ പഞ്ചസാരയൊക്കെ എന്തിനാ ഈ സിസ്റ്ററിനെ, ഇനിയിപ്പോൾ വരുന്നവർക്ക് നല്ല മധുരം കിട്ടാനാണ്, എന്താണാവോ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ കാണുന്നത് ദിവ്യകാരുണ്യം ഉയർത്തുന്നതായിരുന്നു. ഞാൻ മമ്മീനോട് പറഞ്ഞു, മമ്മി ഇങ്ങനെയൊക്കെ ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ചേച്ചിയുടെ സ്റ്റാറ്റസ് അന്ന് ഉറക്കം കഴിഞ്ഞ് എണീറ്റ് എടുത്ത് നോക്കിയപ്പോൾ അത് മാതാവിൻ്റെ സെയിം അതേ മുഖം, ഞാൻ കണ്ട സ്വപ്നവും ആ സ്റ്റാറ്റസിൽ കണ്ട മാതാവ് ഒന്നായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ കണ്ട സ്വപ്നത്തിലെ മാതാവ് ആ ഒരു സിസ്റ്റർ എന്ന് പറഞ്ഞത് ഇതേ മുഖം തന്നെയായിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ മമ്മി ആണെങ്കിൽ പറഞ്ഞു, മോനെ നിൻ്റെ കയ്യിൽ നീ കണ്ടത് പഞ്ചസാര പോലെ നിനക്ക് തോന്നി, അത് ഉപ്പാണ്, നിനക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിലും മാതാവ് അത് നിൻ്റെ കയ്യിലേക്ക് എത്തിക്കുമായിരുന്നു ചെയ്തത്. നീ വിശ്വാസത്തോടെ നിൽക്കണം, നിൻ്റെ കൂടെ മാതാവ് എപ്പോഴും ഉണ്ട്, നിൻ്റെ വിശ്വാസം നീ കളയരുതെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ വന്നിരിക്കുന്ന അയർലൻഡിൽ നിന്ന് 10 ദിവസത്തെ ലീവിനായിട്ട് വന്നതാണ്. മെയിനായിട്ടും കൃപാസനത്തിൽ വരണം എന്ന് വിചാരിച്ച് തന്നെയാണ് വന്നത്. അങ്ങനെ വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കി. എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് ഒത്തിരി നന്ദി. പിന്നെ എനിക്ക് ഒത്തിരി നടുവേദന ഉണ്ടായിരുന്നു. ആ നടുവേദനയൊക്കെ ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടിയിൽ വെച്ചിട്ടില്ലെങ്കിലും എനിക്ക് നടുവേദന മാറി. എൻ്റെ PCOD, എനിക്കൊരു PCOD ഉള്ള ഒരു വ്യക്തിയാണ്. എനിക്കതുകൊണ്ട് ദേഷ്യവും ഒത്തിരി ഉണ്ട്. അപ്പോൾ എൻ്റെ PCOD പീരീഡ്സൊക്കെ റെഗുലറായി. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് രോഗികളെ സന്ദർശിക്കുകയും രോഗികൾക്ക് എന്നെക്കൊണ്ട് കഴിയാവുന്ന വിധം ഞാൻ അവർക്ക് സഹായിക്കും. പിന്നെ എൻ്റെ ഒരു കസിന് വയ്യാണ്ടൊക്കെ കിടക്കുന്ന സമയത്ത് എൻ്റെ കൈകൊണ്ട് എൻ്റെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ഇടവകയിൽ ധനസഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു.
പിന്നെ മറ്റുള്ളവർ എൻ്റെ അടുത്ത് ആരെങ്കിലും സഹായം ചോദിച്ച് വരുമ്പോൾ അവർക്ക് ചെറിയ രീതിയിൽ ധനസഹായം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യും. അതുപോലെ ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും നമ്മൾ ചെയ്യേണ്ട ജോലികൾ മാത്രമല്ല, അല്ലാണ്ട് പല ജോലികളും അവർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇതൊക്കെ മാതാവിനോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയാണെന്ന് വിചാരിച്ച് നമ്മുടെ നേഴ്സിംഗ് പ്രൊഫഷൻ മാത്രമല്ല, അവർ നമുക്ക് നമ്മളോട് ചെയ്യാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും മാതാവിനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ അതൊരു കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ദൈവത്തിന് നന്ദി. സങ്കീർത്തനങ്ങൾ 18 അധ്യായം 2 വാക്യം. അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും, എനിക്ക് അഭയം തരുന്ന പാറയും എൻ്റെ പരിചയം, രക്ഷാശൃംഗവും അഭയകേന്ദ്രവും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് എലിസബത്ത് നീഗിൽ എറണാകുളം തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. പ്രാർത്ഥനയിൽ എങ്ങനെ ജീവിക്കണമെന്നതാണ് ഉടമ്പടിയിലൂടെയും ഈ മകളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. ന്യൂസിലാൻഡിൽ പോകുവാനും എന്നാൽ തിരിച്ചു വന്നുകൊണ്ട് അത് ഐലൻഡിലേക്കുള്ള ഒരു പോക്കാക്കി മാറ്റുവാനായിട്ടൊക്കെ സാധിക്കുകയും ചെയ്ത് ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് തന്നെയാണ്. അയർലൻഡിൽ രജിസ്റ്റർ നേഴ്സായിട്ട് ജോലി ലഭിക്കുകയും അതിനുള്ള മറ്റ് പ്രോസസ്സിങ്ങും കാര്യങ്ങളുമൊക്കെ അത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ അത് കാട്ടിക്കൊടുക്കുകയും എല്ലാം പെട്ടെന്ന് നടത്തി കൊടുക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ അനുഭവിച്ചറിയുവാനൊക്കെ സാധിക്കുകയും ചെയ്ത ചില വ്യക്തികളിലൂടെയുള്ള സാഹചര്യങ്ങൾ തന്നെയാണ്. ആ വ്യക്തിയിലൂടെ പരിശുദ്ധ അമ്മയുടെയും അതുപോലെ തന്നെ സുഗത അഭിഷേകമൊക്കെ ഈ മകൾക്ക് ലഭിക്കുകയുണ്ടായത് ഉടമ്പടിയോട് കൃത്യമായിട്ട് ചേർന്നുകൊണ്ടാണ്. ഇടക്ക് മാറിപ്പോയെങ്കിലും തിരിച്ച് ആ പ്രാർത്ഥനയിലേക്ക് കടന്നു വരണമെന്നുള്ളത് ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മയോട് പരിശുദ്ധ അമ്മ ഈ മകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാകാനായിട്ട് അമ്മ ഈ മകളെ അൾത്താരയ്ക്ക് മുമ്പിൽ ആയിരിക്കുകയും ചെയ്യുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഈ മകളെ അനുഗ്രഹിക്കട്ടെ എന്നും ഒപ്പം നമ്മുടെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് മാറ്റാൻ പരിശുദ്ധ അമ്മ നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.